പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ ചെയ്യുക? ചെറിയ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവുകയാണല്ലേ. ആ നാടിനെ തന്നെ ഇന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു മോന്. വെറും 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതാണ് നോക്കേണ്ടത്. ഇന്ന് ചെറിയ മക്കൾക്ക് പോലും മനപ്രയാസമുണ്ടാവുകയാണ്, ചെറിയ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇനി ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാലം മാറിപ്പോയി. ആ കാലത്തിനനുസരിച്ച് നമ്മളും നീങ്ങിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് മക്കൾ പല അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായിട്ട് തന്നെ നമുക്കൊക്കെ അറിയാം എത്ര മക്കളാണല്ലേ കുളത്തിലും പുഴയിലും കടലിലും മുങ്ങി മരണപ്പെട്ടു പോയത്. പടച്ചറബ്ബ് ആ മക്കളുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ. ഈ ഒരു മോന് ചെയ്ത പണി എന്താണ്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സ്വയം ജീവനില്ലാതാക്കിയിരിക്കുകയാണ്. ഈ സ്വയം ജീവനില്ലാതാക്കാൻ വേണ്ടി ഈ ചെറിയ മക്കൾക്കൊക്കെ എങ്ങനെയാണ് ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചു പോവുകയാണ്. മക്കൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ എന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മരിച്ച നിലയിൽ കാണപ്പെടുകയാണ്. അതും ഒരു കഷണം കയറിൽ ജനൽ കമ്പിയിൽ ജീവനില്ലാതാക്കി. പിലാത്തറ പെരിയാട്ട് വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. പുതിയ തെരുവ് സ്വദേശിയായ വിജിന രാജേഷ് ദമ്പതികളുടെ മകനാണ് ഈ മരണപ്പെട്ട അജുൽ രാജ് എന്ന 12 വയസ്സുകാരൻ. സംഭവം ഇങ്ങനെയായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അമ്മ വിജിനി ഇളയ മകളെയും കൊണ്ട് ഉറങ്ങാൻ കിടന്നതായിരുന്നു. ഉറക്കം കഴിഞ്ഞ് വൈകുന്നേരം 5:15 അജുൽ രാജിനെ തിരക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ആ ഒരു സംഭവം കണ്ടത്. ജനൽ കമ്പിയിൽ ഒരു കഷണം കയറിൽ സ്വയം ജീവനൊടുക്കി 12 വയസ്സുകാരൻ. പേടിക്കണ്ടേ നമ്മളൊക്കെ? എങ്ങനെയാണ് നമ്മൾ മനസ്സമാധാനമായി കിടന്നുറങ്ങുക? നമ്മുടെയൊക്കെ ജീവിതവും ജീവനും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കൾ ഇങ്ങനെയൊക്കെ കാട്ടുമ്പോൾ എന്താണ് സംഭവം എന്ന് ശരിക്കും അറിയില്ല. ചെറിയ മക്കളാണ്, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവാം. അത് ഈ മക്കൾക്ക് വലിയ രീതിയിൽ നോവാൻ സാധ്യതയുണ്ട്. ഈ കുട്ടി പഠിക്കുന്നത് പിലാത്തറ മേരിമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ചറബ്ബ് കൊടുക്കുമാറാകട്ടെ. ഇതുപോലുള്ള ബുദ്ധി ഒരു മക്കൾക്കും തോന്നിപ്പിക്കാതിരിക്കട്ടെ. എല്ലാവരും മക്കൾക്ക് വേണ്ടി 5 നേരം അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.